പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്രക്കാർക്ക് പുതിയ സാധ്യതകൾ തെളിയുകയാണ്. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ മാർഗങ്ങളിലൂടെ സാമ്പത്തിക ഉന്നതി കൈവരിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും അവരുടെ ഗ്രഹസ്ഥാനം എങ്ങനെയൊക്കെ അനുഗ്രഹം ചൊരിയുന്നു എന്നും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രം പോലെ കത്തി നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർ എല്ലാ മേഖലകളിലും സ്വന്തം കഴിവ് തെളിയിക്കുന്ന വ്യക്തിത്വമുള്ള ഇവർക്ക് 10-ൽ ആദിത്യനും 11-ൽ ശുക്രനും തെളിഞ്ഞങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചില മേഖലകളിൽ ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാനും എല്ലായിടത്തും കത്തിജ്വലിക്കാനും ഉള്ളൊരു അവസരമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. കാര്യസാധ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുക. ധനാഗമം ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. തിരികെ കിട്ടില്ല എന്ന് കരുതിയിരിക്കുന്ന ധനം പോലും വന്നു ചേരാൻ സാധ്യതകൾ കൂടുതലാണ്. വിവാഹ ആലോചനകൾക്കുള്ള മുടക്കങ്ങൾ നീങ്ങി നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ച് കാലതാമസം വരും. കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. മനസ്സിന് ആദി കൂടുതലാകും. ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പാൽപമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ഈ സമയത്ത് കൂടുതൽ ഗുണം ചെയ്യും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പേരിനും പ്രശസ്തിക്കും ഒപ്പം പ്രതാപവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് സകല തടസ്സങ്ങളും മാറും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അർശസ് മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. 9-ൽ ആദിത്യനും 10-ൽ ശുക്രനും ശനിയും ഇവർക്ക് തുണയായിട്ട് നിൽക്കുന്നത് കൊണ്ട് പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയാൻ സാധ്യതകൾ കൂടുതലാണ്. വീട്ടിൽ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും. സന്തോഷം നിറഞ്ഞ സാഹചര്യമായതുകൊണ്ട് ശയന സൗഖ്യവും ലഭിക്കും. ആഗ്രഹങ്ങൾ സഫലമാകാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല. ശരീരത്തിലെ മുറിവ്, ചതവ് ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. കാലാവസ്ഥാ വ്യതിയാനം മൂലം വാതബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നു. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട്. യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. പാപവിചാരങ്ങളും മനസ്സിൽ നിന്ന് കുറയും. ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിച്ചാൽ എല്ലാം അനുകൂലമായിട്ട് തന്നെ ഭവിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഇവർക്കുണ്ട്. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, കൂവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 11-ൽ രാഹു, 12-ൽ കുജൻ
ഈ ഗ്രഹനില വളരെ ഗുണം ചെയ്യുന്നൊരു സമയം തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയസാധ്യതകൾ ഇവർക്കുണ്ടാകും. ധനനേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പല പ്രകാരേണ അനുഭവിച്ചു കൊണ്ടിരുന്ന അനർത്ഥങ്ങൾ ഇവരെ വിട്ടൊഴിയും. മനസ്സിന് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനാഗമം ഇവരെ മികവുറ്റ ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും. ചിലവുകളൊക്കെ കുറവായിരിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ നല്ല അവസരമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും. സ്ഥാനചലനങ്ങൾക്കിടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്കുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകും. ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. ബന്ധനാവസ്ഥ വരെ മാറിക്കിട്ടും. യുക്തമായ ഔഷധ ചികിത്സയും ഇതിനാവശ്യമായിട്ട് വരും. അകന്നു കഴിയുന്ന ദമ്പതികൾ ഒരുമിക്കാൻ അവസരങ്ങളുണ്ട്. സുഹൃത്തുക്കളുടെ സൗഹൃദം പുനഃസ്ഥാപിക്കാനും സാധിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാര പീഡയുള്ളവർ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ഇവർക്കും ജീവിതത്തിൽ മികവുറ്റൊരു സമയം തന്നെയാണ്. ലഗ്നത്തിൽ ആദിത്യനും 10-ൽ കേതുവും 12-ൽ ബുധനും അനുഗ്രഹം വാരിക്കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. ധനനേട്ടം കൂടുതലായിട്ട് ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. യാത്രകൾ കൊണ്ട് ഒരുപാട് ഗുണമുള്ള ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. യാത്രകളിലെ ക്ലേശങ്ങൾ മാറും. സന്താനങ്ങൾക്കുള്ള രോഗാരിഷ്ടതകൾ മാറിത്തുടങ്ങും. ശത്രുഭയവും രോഗഭീതിയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകളുണ്ട്. കാര്യതടസ്സങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാകും. മനസ്സമാധാനവും ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ മന്ദതയും അലസതയും മാറിത്തുടങ്ങും. ഉൽപ്പന്നങ്ങളുടെയും ഭൂമിയുടെയും വാഹനങ്ങളുടെയും ക്രയവിക്രയങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കും. എപ്പോഴും മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഭയം മാറിക്കിട്ടും. കേസു കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യസ്ഥതയ്ക്ക് പോകാതിരിക്കുക. സുഹൃത്ത് ബന്ധങ്ങൾക്ക് കോട്ടം വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ചില സമയം അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഭഗവതിക്ക് വിദ്യാരാജ്ഞി മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്രപുഷ്പാഞ്ജലിയും നാരായണ കവച പാരായണവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ലഗ്നത്തിൽ ശുക്രൻ, ശനി 2-ൽ, വ്യാഴം 3-ൽ, രാഹു 4-ൽ, കുജൻ 9-ൽ, കേതു 11-ൽ, ബുധൻ 12-ൽ, ആദിത്യൻ. ഇതാണ് ഈ കൂറുകാർക്ക് ഗ്രഹനില. വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പ്രതീക്ഷിക്കുന്നൊരു ഫലം ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. ഉൾഭയം വിടാതെ തുടർന്നുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കുറവുകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ല സമയമാണ്. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. സഹായികളും സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സുഖകരവും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ ഈ സമയത്ത് അവസരം ലഭിക്കും. പുതിയ കട്ടിൽ, കിടക്കവിരികൾ ഇവ വാങ്ങാൻ അവസരമുണ്ട്. വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ ശ്രമിച്ചാൽ അതും സാഹചര്യം അനുകൂലമായിട്ട് വരും. തീർത്ഥയാത്രകൾക്കും പറ്റിയ സമയമാണ്. സ്വജനങ്ങളോട് വേർപെട്ട് നിൽക്കേണ്ടതായിട്ടും വരും. എല്ലാ ഘട്ടത്തിലും അഭിമാനത്തോടെ നിൽക്കാൻ ശ്രമിക്കണം. ചില അവസരങ്ങളിൽ ശൂരത പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനും
ഈ സമയത്ത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.